ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് മലേഷ്യ പോയിട്ടുള്ള വിശേഷങ്ങളായിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഉമ്മമാരൊക്കെ നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഇമിഗ്രേഷൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് രാത്രിയുള്ള ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ കോലലംപൂർ മലേഷ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാ ഇമിഗ്രേഷൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ലഗേജൊക്കെ എടുത്ത് ഹാൻഡ് ലഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എക്സ്ട്രാ ലഗേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ എയർ ഏഷ്യ ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇമിഗ്രേഷനും പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫൈനലി ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റപ്പത്തിന് നമ്മൾ മലേഷ്യ എത്തിയിട്ടുണ്ടായിരുന്നേ. അവിടുത്തെ ഒരു 7 o'clock ആകുമ്പോഴാണ് നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് രാത്രിയാണ് പുറപ്പെട്ടതെങ്കിലും ഒരു 4 hour ജേണി ആയിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തി നേരെ നല്ല നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് കറൻസിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചത്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഡ്രൈവർ വരാൻ കുറച്ചും കൂടി നേരം ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ നമ്മുടെ ഡ്രൈവർ വന്ന് നമ്മൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ടുള്ളത് പുത്രജയ ടൂറിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട്. നല്ലൊരു പിങ്ക് മോസ്കും പുത്രജയ ലേക്കും പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസും അങ്ങനെ കുറച്ച് ഏരിയ ഇങ്ങനെ നടന്ന് കാണാനുണ്ട്. നമുക്ക് വെറും 1 hour ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഈ പിങ്ക് മോസ്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള ഒരു വർക്കാണ് കേട്ടോ ഇതിൻ്റെ. ഇങ്ങനെ പുറത്തുനിന്ന് കാണാൻ നല്ല രസമാണ്. അകത്ത് ഭയങ്കര സംഭവമൊന്നുമില്ല, പുറത്തുനിന്നുള്ള ഈ വ്യൂ തന്നെയാണ് കേട്ടോ. ഇതാ പുറത്തിറങ്ങി ഈ കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ പുത്ര സ്ക്വയർ. ഇവിടുന്ന് കുറേ പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് തന്നെയാണ് കേട്ടോ പ്രൈം മിനിസ്റ്റർ ഓഫീസൊക്കെ വരുന്നത്. പുത്രജയ ടൂർ കഴിഞ്ഞ് നമ്മുടെ ഡ്രൈവർ നേരെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. റൂമിൽ ചെക്കിംഗ് ടൈം 3 മണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രീറ്റ്സിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഇറങ്ങിയിട്ട് ഒരു ഏരിയയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിൽ. ഒരുവിധ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവർക്ക് വരാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ മലേഷ്യ. അങ്ങനെ നമ്മളിവിടുന്ന് 2 വെറൈറ്റി ഐറ്റംസ്, അതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, അങ്ങനത്തെ ഒരു പേരായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ഐറ്റംസ് ഒരു ഡ്രിങ്കൊക്കെ പറഞ്ഞ് നമ്മൾ അത്യാവശ്യം നേരെ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കഴിച്ച് പിന്നെ നമ്മുടെ അടുത്തുള്ള സ്ട്രീറ്റിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. ഇവിടെ വെഡ്ഡിങ് കളക്ഷൻസിനൊക്കെ കൂടുതൽ പേര് വരുന്ന ഏരിയ എന്ന് കേട്ടിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ കയറിയത്. അതുകൂടാതെ നല്ല അബായാസൊക്കെ കിട്ടുന്ന കുറേ ഷോപ്സും നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ അടുത്തായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 3 മണിക്ക് നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ റൂമും പിന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മൾ വീണ്ടും പുറത്തിറങ്ങി. അപ്പത്തിന് ഇവർക്ക് ചായയൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് നമ്മൾ അതിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ട്രീറ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം നമ്മളിങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ട്വിൻ ടവറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ആക്ച്വലി നമുക്ക് അടുത്ത ദിവസങ്ങൾ അവിടേക്ക് പോകുന്നുണ്ട്. പക്ഷേ രാത്രിക്കത്തെ അവിടുത്തെ വ്യൂ കാണണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ കുറച്ച് ദൂരം നടന്നിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ ഈ വ്യൂ കാണാൻ. നമുക്ക് രാത്രി ആയിക്കഴിഞ്ഞാൽ പ്രത്യേക രസമാണ്. അപ്പോൾ അതിൻ്റെ അടുക്ക് നമ്മൾ അവിടെ അടുത്തുള്ളൊരു മോളിലൊക്കെ കയറി ജസ്റ്റ് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് തിരിക്കുന്നത്.
ട്വിൻ ടവറൊക്കെ കണ്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് സലോമ ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. ഇവിടെ ഭയങ്കര രസമാണ് ഈ ബ്രിഡ്ജിൻ്റെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ആയതുകൊണ്ടിരിക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഡിന്നർ കഴിക്കാൻ കറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ നല്ല ഫുഡ് കിട്ടും, അത്യാവശ്യം ഇന്ത്യൻ ടൈപ്പും ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഒരു വെറൈറ്റി ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കയറിയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ കണ്ട സ്പോട്സ് നമുക്ക് എത്ര ബഡ്ജറ്റായി എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നമ്മളെ വ്ളോഗ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.